നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ക്യാൻവ ഡിസൈനിങ് ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. പോസ്റ്റർ ഡിസൈനിങ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് പോസ്റ്റർ എന്നുള്ളത്. ഏതൊരു ബിസിനസ് ആവട്ടെ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും പദ്ധതികളാവട്ടെ, അല്ലെങ്കിൽ ഫങ്ഷൻസ് ആവട്ടെ, എല്ലാം നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡ് എന്ന് പറയുന്നത് പോസ്റ്റേഴ്സാണ്. അപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ പോസ്റ്ററിൻ്റെ സാധാരണ നിലയിലുള്ള ഒരു സൈസ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിരിക്കും. നോർമലി പല ആളുകൾക്കും പല സൈസായിരിക്കും. നമ്മളിവിടെ എടുക്കുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ ഒരു സൈസാണ്. അപ്പോൾ ഇവിടെ ക്യാൻവ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. ഓക്കെ, ഇത് നമ്മൾ എടുക്കുകയാണ്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഏത് രീതിയിലുള്ള ടെംപ്ലേറ്റ് ആണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഹയറിങ്ങിൻ്റെ പോസ്റ്ററാണ് എന്ന് വിചാരിക്കാം. വി ആർ ഹയറിങ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പല രീതിയിലുള്ള പോസ്റ്ററുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ഞാനിവിടെ ഒരു പോസ്റ്റർ എടുക്കുകയാണ്. കണ്ടില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഈ പോസ്റ്റർ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. അതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വി ആർ ഹയറിംഗ് എന്നുള്ള 3 ടെക്സ്റ്റുകൾ ഓൾറെഡി ഉണ്ട്. അപ്ലൈ നോ എന്നുള്ള ടെക്സ്റ്റ് ഉണ്ട്. ബാക്കി കോണ്ടാക്ട് ചെയ്യാനുള്ള ടെക്സ്റ്റുകളുണ്ട്. നമുക്ക് വേറൊരു പോസ്റ്റർ നോക്കാം. ഡിസൈൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാടുണ്ട്. ഇതൊക്കെ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സാണ്. ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുകയാണെങ്കിൽ എനിക്ക് പുതിയൊരു സ്റ്റാഫിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്യാൻവയിൽ വന്നിട്ട് വി ആർ ഹയറിങ്ങിൻ്റെ ഒരു പോസ്റ്റർ നോക്കിയാൽ മതി. അല്ലാതെ അതിന് വേണ്ടി വേറൊരു ഡിസൈനറുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി എന്തെങ്കിലും ഫങ്ഷനുകളുടേതാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണെന്ന് വിചാരിക്കാം. ഉദാഹരണമാണ് പറയുന്നത്. ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ പാർട്ടിയുടെ ഒരുപാട് ഭംഗിയുള്ള പോസ്റ്റേഴ്സ് നമുക്കിവിടെ കാണാം. ഓക്കെ, എന്തും ഇവിടെ ലഭ്യമാണ്. ഇനിയിപ്പോൾ ഒരു പേരൻസ് മീറ്റ് ആണെന്ന് വിചാരിക്കാം. എല്ലാം ഇവിടെ ലഭ്യമാണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം കേട്ടോ. എല്ലാം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പാരൻസ് മീറ്റിങ്ങിൻ്റെ ഒരു പോസ്റ്റർ, അതും ഇവിടെ ലഭ്യമാണ്. പിന്നെ ഒരുപാട് പോസ്റ്റേഴ്സ് ഇതാ അവിടെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒരു പാരൻസ് മീറ്റിംഗ് നടക്കുകയാണെന്ന് വിചാരിക്കാം. ഞാനിവിടെ ആദ്യത്തെ പോസ്റ്റർ ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ സ്ഥാപനത്തിൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ആണെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഇവിടെ ബ്രാൻഡിൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ ലോഗോ ഉണ്ട്, അത് ഞാനിവിടെ വെക്കുന്നു. ഇനി ഇവിടെ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് എനിക്ക് വേണ്ട രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യാം. ഇവിടെ ലൈൻ സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും ഒന്നിച്ച് ഗ്രൂപ്പാക്കുക ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഞാനിവിടെ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം സ്റ്റുഡൻസ് പാരൻസ് മീറ്റാണ്. അപ്പോൾ പാരൻസ് മീറ്റ് ഇതിപ്പോൾ ഒരു ആനുവലായിട്ടുള്ള നടക്കുന്ന പരിപാടിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ആനുവൽ പാരൻസ് മീറ്റ് എന്നൊക്കെ ഇവിടെ കൊടുക്കാം. ആനുവൽ പാരൻസ് മീറ്റ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പാരൻസ് മീറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിന് നമുക്ക് ChatGPT ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. chatgpt.com കയറി കഴിഞ്ഞാൽ
write a small poster description for parents meeting എന്ന് കൊടുത്താൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കിട്ടും. ഇവിടെ ഇപ്പം ഈ ഇൻവിറ്റേഷൻ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻവിറ്റേഷൻ അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ടൈറ്റിൽ അങ്ങനെ കൊടുത്തു നോക്കാം. നമുക്ക് എന്താണോ വേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. കണ്ടില്ല, ഒരു നല്ലൊരു ടൈറ്റിൽ തന്നിട്ടുണ്ട്. ഇനി ടൈറ്റിലിന് എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ ഫോർ ദിസ്. അങ്ങനെ കൊടുത്തു. കണ്ടില്ല, ഇവിടെ ഒരു ടൈറ്റിലിന് ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ കോഴ്സിൽ ഈ മീറ്റിങ്ങിൽ ഉണ്ടാവുക എന്നുള്ളത്. അത് നമുക്ക് ഇവിടെ നിന്ന് ChatGPT ചോദിച്ച് കൊടുക്കാം. അപ്പോൾ ലിസ്റ്റ് ഫോർ മേജർ ഫങ്ഷൻസ് ടു ആഡ് ഇൻ മീറ്റ് എന്ന് കൊടുത്തു. അതിൽ കൊടുക്കാൻ പറ്റുന്ന 5 അല്ലെങ്കിൽ 4 ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഒന്ന് സ്റ്റുഡൻസ് പ്രോഗ്രസ് റിവ്യൂ. ഞാനിത് കോപ്പി ചെയ്യുന്നു, പേഴ്സണൽ കെയർ എന്നുള്ളിടത്ത് കൊടുക്കുന്നു. അതുപോലെ നെക്സ്റ്റ് പാരൻസ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്, അതും കോപ്പി ചെയ്ത് ഞാനിവിടെ ആഡ് ചെയ്തു. പിന്നെ സ്കൂൾ അപ്ഡേറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ്, അതും കോപ്പി ചെയ്തു. 3ാമത്തെ ഓപ്ഷൻ കൊടുത്തു. 4ാമത്തേത് എടുത്തു, ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് Q&A, ഇതും ഇവിടേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് കൊടുത്തിട്ട് അഡ്രസ്സ്, വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കാം. വലിയ അക്ഷരത്തിലാണുള്ളത്, നമുക്ക് ചെറിയ അക്ഷരത്തിലാക്കാം. ഇനി നമുക്കിവിടെ അതും കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ ഇതിങ്ങനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് വലുതാക്കാം. ഇത് വലുതാക്കണമെങ്കിൽ അത് അങ്ങനെയും ചെയ്യാവുന്നതാണ്, ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഈ കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇതല്ല, വേറെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീല കളറാണെങ്കിൽ നീല കളർ കൊടുക്കാം. പക്ഷേ നീല കളർ ഇതിനൊരിക്കലും സ്യൂട്ടല്ല. ഉദാഹരണം പറഞ്ഞാൽ പാരൻസ് മീറ്റാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാരൻസ് മീറ്റിനനുസരിച്ചുള്ള പിക്ചറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പാരൻസ് മീറ്റ് എന്ന എലമെൻസിൽ പോയിട്ട് പാരൻസ് മീറ്റ് എന്ന് അടിക്കുക, ഫോട്ടോസ് എടുക്കുക. ഇതാ നല്ല പിക്ചർ ഇവിടെയൊക്കെ ആഡ് ചെയ്തു. ഒരു പാരൻസ് മീറ്റിനുള്ള പോസ്റ്ററായി. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. നമുക്കിത് എന്ത് രൂപത്തിലേക്ക് മാറ്റാം. ഷെയർ എടുത്തു കഴിഞ്ഞാൽ, ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ PNG ഉണ്ട്, JPG ഉണ്ട്, PDF സ്റ്റാൻഡേർഡ്, SVG, MP4 വീഡിയോ എല്ലാം ഉണ്ട്. എല്ലാം എടുക്കാം ഏതെങ്കിലും ഒന്നായിട്ട്. ഞാനിപ്പോൾ അത് ഒരു PNG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്ലാരിറ്റിയിലാണ് ഇത് കിട്ടുക. അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റർ ഇവിടെ ഡിസൈൻ ചെയ്യപ്പെട്ടു. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള പോസ്റ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇനി മലയാളത്തിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയും. അപ്പോൾ ഒരു പോസ്റ്ററിന് ആവശ്യമായിട്ടുള്ള എല്ലാ എലമെൻസും കിട്ടിയല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടെക്സ്റ്റിന് ഇതൊന്നും പോരാ, എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് കൊടുക്കുക. ഇതിന് കുറച്ച് വേണ്ട, ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ
സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കോൾ ചെയ്യാനുള്ളതാണെങ്കിൽ കോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് എടുത്ത് അതിൽ കോൾ ബട്ടൺ ഒരുപാട് ഐക്കൺസ് ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. ഏത് ഐക്കൺ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിതെടുത്തു, അതൊന്ന് ചെറുതാക്കുക. ഇതിനോട് തുല്യമായിട്ടുള്ള ഒരു സൈസ് എടുത്താൽ മതി. എന്നിട്ട് നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ നമ്പർ കൊടുക്കുക. ഉദാഹരണത്തിന് 98 46 100 ഈ നമ്പറാണ് വേണ്ടെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതാക്കുക വലുതാക്കുക, ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കുക വലുതാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൽ എഫക്റ്റ് ഇപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ തന്നെ എഫക്റ്റാണ് ഈ ടെക്സ്റ്റിനും കൊടുത്തിട്ടുള്ളത്. അത് മാറ്റണമെങ്കിൽ എഫക്റ്റിൽ പോയിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുക്കാം. ഇനി ഇതിന് ഷാഡോ കൊടുക്കണമെങ്കിൽ ഷാഡോ അങ്ങനെ കൊടുക്കാം, എന്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റുകൾ മാത്രം ഒന്ന് മുകളിലേക്ക് പൊക്കണമെന്നുണ്ടെങ്കിൽ അത് മൂന്നും സെലക്ട് ചെയ്തിട്ട് പൊക്കി വെക്കാം. അതുപോലെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെയൊക്കെ കൊടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താനൊക്കെ സാധിക്കും. വളരെ ഈസിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടി ഒരിക്കലും പോസ്റ്റേഴ്സിൻ്റെ എല്ലാ എലമെൻസും, അതായത് ഇതിൻ്റെ ടെംപ്ലേറ്റ് മുഴുവനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ടെംപ്ലേറ്റ് ഡിസൈൻഡാണ്. അത് നമുക്ക് മാറ്റം വരുത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ChatGPT ഉപയോഗിക്കാം. ChatGPT എഫക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മതി. എന്നാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അത് എഫക്റ്റീവായിട്ടുള്ള രൂപത്തിൽ നമുക്ക് വേണ്ട കണ്ടൻറ്റ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തി ഇവിടെ കൊടുക്കാം. ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ ചോദിക്കണം, എന്നാലേ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് നമുക്ക് ChatGPT തരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. നമുക്കിനി മലയാളത്തിൽ ഡിസൈൻ ചെയ്യുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.